ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊഡ്യൂൾ 1 അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫസർ ഒരു അസൈൻമെൻറ്റ് തന്നു അൽഗോരിതമിക് തിങ്കിങ്ങിന് വേണ്ടിയിട്ട്. അത് വെനസ്ഡേക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം പറഞ്ഞ് നമുക്കൊരു ഡെഡ് ലൈനും തന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ മീൻസ് ആൻഡ് എൻഡ് അനാലിസിസ് എന്ന് പറയുന്ന സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് ഈ അസൈൻമെൻറ്റ് ഡെഡ് ലൈന് മുമ്പായിട്ട് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ മീൻസ് ആൻഡ് അനാലിസിസ് വെച്ചിട്ട് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു സിനാരിയോ തന്നിട്ട് നിങ്ങൾക്ക് അത് ആ പ്രോബ്ലത്തിനെ ഈ മീൻസ് ആൻഡ് അനാലിസിസ് വെച്ച് സോൾവ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം നമ്മളുടെ ഗോൾ ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഉള്ള നമ്മുടെ കറണ്ട് നമ്മുടെ സ്റ്റാറ്റസ് മനസ്സിലാക്കുക. ഇനി ആ കറണ്ട് സ്റ്റാറ്റസും ഗോളും തമ്മിലുള്ള ഡിഫറൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സബ് ഗോളുകൾ സെറ്റ് ചെയ്യുക. നമ്മൾ സബ് ഗോളുകൾ ടൈംലി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ട് മോണിറ്റർ ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗോൾ ഫൈനലി റീച്ച് ചെയ്യും. സോ ഇതാണ് നമ്മുടെ മീൻസ് ആൻഡ് എൻഡ് അനാലിസിസിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഇവിടുത്തെ കേസിൽ നമ്മുടെ ഗോൾ ഡിഫൈൻ ചെയ്യുക. നമ്മുടെ ഗോൾ എന്താ? നമ്മളുടെ അസൈൻമെൻറ്റ് അൽഗോരിതമിക് തിങ്കിങ് നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഗോള്. അപ്പോൾ ഇപ്പം നമ്മുടെ കറണ്ട് നോളജ് നമ്മൾ നോക്കുക. ഇപ്പം നമുക്ക് ആ തന്നിരിക്കുന്ന ടോപ്പിക്കിൽ എന്തൊക്കെ അറിയാം. ഓക്കെ, അത് അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ഇനി അപ്പം എനിക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ അത് തിങ്ക് ചെയ്യാൻ പറ്റും അല്ലേ, പെട്ടെന്ന് തന്നെ അത് സോൾവ് ചെയ്ത് അടുത്ത ദിവസം ഡെഡ് ലൈൻ വെച്ചുകൊണ്ട് പെട്ടെന്ന് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ആ പ്രോബ്ലം വളരെ ഡിഫിക്കൽട്ട് ആവാം. അപ്പോൾ എനിക്കിപ്പം ആ സബ്ജക്റ്റിനെ പറ്റി എന്തറിയാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നു, അത് ഞാൻ അസസ് ചെയ്യുന്നു, വാട്ട് യു ഓൾറെഡി നോ അബൌട്ട്. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ ഗോളും എൻ്റെ കറണ്ട് നോളജും തമ്മിലുള്ള ഗ്യാപ്പ് കുറയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുക, സബ് ഗോളുകൾ സെറ്റ് ചെയ്യുക. സബ് ഗോളുകൾ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ കേസിൽ എന്ന് പറഞ്ഞാൽ ഈ അസൈൻമെൻറ്റിനെ പല പല ടാസ്കുകളായിട്ട് സബ് ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ആ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് റിസർച്ച് ചെയ്യേണ്ടി വരും, പിന്നെ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കണം, പിന്നെ റൈറ്റ് ചെയ്യണം, അത് കറക്റ്റ് ആണോ എന്ന് റിവ്യൂ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള സബ് ടാസ്കുകൾ നമ്മൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ സബ് ടാസ്കുകൾക്കുമുള്ള ഡെഡ് ലൈനുകൾ പ്ലാൻ ചെയ്യുക. ഓക്കെ, ഇന്ന ടാസ്ക് ഇന്ന ദിവസം തീർക്കും, ഇന്ന ടാസ്ക് ഇന്ന ദിവസം തീർക്കും. അങ്ങനെ നമ്മൾ എൻഷുർ കംപ്ലീഷൻ ബൈ വെനസ്ഡേക്ക് മുമ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഓരോ സബ് ടാസ്കുകളും ഡിസൈൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓരോ സബ് ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉള്ള പ്ലാൻ അനുസരിച്ചിട്ട് മുമ്പോട്ട് പോവുക. അതല്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ പ്ലാനുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫൈനൽ ഗോൾ എത്തുന്നിടം വരെ നമ്മൾ പ്ലാനുകൾ റീഅറേഞ്ച് ചെയ്ത് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ വേണേൽ ഇതുപോലെ ചോദിക്കാം. എന്ത് ചോദിക്കാം, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മീൻസ് ആൻഡ് എൻഡ് അനാലിസിസ് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പാസ്സാവണം അല്ലേ, അത് നമുക്കൊരു സിമ്പിൾ ഒരു എക്സാമ്പിൾ, ഒരു പരീക്ഷയ്ക്ക് പാസ്സാവണം. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യണം? അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഗോൾ എന്തുവാ, എക്സാമിന് പാസ്സാവുക. അപ്പോൾ എനിക്കിപ്പോൾ ആ സബ്ജക്റ്റിനെ കുറിച്ച് എന്തറിയാം, അതാണ് ഐഡൻറ്റിഫൈ ദ കറണ്ട് നോളജ് എന്ന് പറയുന്നത്. ഇനി എൻ്റെ കറണ്ട് നോളജും എൻ്റെ ഗോളും കൂടി തമ്മിലുള്ള ഗ്യാപ്പ് കുറയ്ക്കുക, ഡിഫറൻസ് കുറയ്ക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുക, സബ് ഗോളുകൾ സെറ്റ് ചെയ്യുക. ഈ സബ് ഗോളുകൾ കറക്റ്റായിട്ട് പറയുന്ന ഡേറ്റിലൊക്കെ പ്ലാൻ പോലെ തന്നെ ആ ഡെഡ് ലൈനിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പ്ലാനുകൾ റീഅഡ്ജസ്റ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഇത് ചെയ്തു പോവുക. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.